നമസ്കാരം. പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ വർഷങ്ങളായി മമതാ ബാനർജി കാട്ടിക്കൂട്ടിയ ഏകാധിപത്യത്തിനും തൃണമൂൽ കോൺഗ്രസ് എന്ന അഴിമതി പ്രസ്ഥാനത്തിനും സുവേന്ദു അധികാരി അന്ത്യകൂദാശ കുറിക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനകളാണിപ്പോൾ കൊൽക്കത്തയിൽ നിന്നും പുറത്തുവരുന്നത്. നാളെ മമതയുടെ ഖാലിഘട്ടിലെ വസതിയിൽ വിളിച്ചു ചേർത്തിരിക്കുന്ന MLA-മാരുടെ അടിയന്തര യോഗം മമതയുടെ രാഷ്ട്രീയ കല്ലറ തോണ്ടുന്ന ഒന്നായി മാറുമെന്നാണ് പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പാർട്ടിയുടെ പകുതിയോളം MLA-മാർ മമതയുടെ മുഖത്തു നോക്കി പോയി പണി നോക്കാൻ പറഞ്ഞ് യോഗം ബഹിഷ്കരിക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ബംഗാൾ ജനതയെ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും ഭയപ്പെടുത്തി ഭരിച്ച ഒരു സ്വേച്ഛാധികാരിയുടെ ദയനീയമായ തകർച്ചയാണ് രാജ്യം കാണാൻ പോകുന്നത്. ജനങ്ങളെ കൊള്ളയടിച്ചും ബോംബും തോക്കും കാട്ടി പ്രതിപക്ഷത്തെ അടിച്ചമർത്തിയും ജനാധിപത്യത്തെ വെല്ലുവിളിച്ച മമതയ്ക്കും സംഘത്തിനും കാലം കരുതി വെച്ച തിരിച്ചടി കൂടിയാണിത്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ വാക്കിനപ്പുറം മറ്റൊന്നുമില്ലെന്ന അഹങ്കാരത്തിനാണ് സ്വന്തം ജനപ്രതിനിധികൾ തന്നെ ഇപ്പോൾ വലിയ പ്രഹരം ഏൽപ്പിച്ചിരിക്കുന്നത്. നാളത്തെ യോഗത്തിൽ നിന്ന് പാർട്ടിയുടെ പകുതിയോളം MLA-മാർ വിട്ടുനിൽക്കുമെന്ന BJP-യുടെ കേന്ദ്രങ്ങളുടെ വെളിപ്പെടുത്തൽ തൃണമൂൽ ക്യാമ്പുകളിൽ വലിയ ഭൂകമ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു വശത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ പിടിവീഴുമ്പോൾ മറുവശത്ത് സ്വന്തം തട്ടകത്തിൽ നിന്ന് തന്നെ ജനപ്രതിനിധികൾ കൂട്ടത്തോടെ കൂറുമാറാനും മമതയെ തള്ളിപ്പറയാനും തുടങ്ങിയിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ 9 MLA-മാർ മമതയെ പുല്ലുവില കൽപ്പിച്ച് യോഗത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. ഇപ്പോഴിതാ പാർട്ടിയുടെ പകുതിയോളം പേർ മമതയുടെ നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിക്കുന്ന അവസ്ഥയിലേക്ക് വളർന്നിരിക്കുന്നു. സ്വന്തം പാർട്ടിയിലെ ജനപ്രതിനിധികളെ പോലും ഒപ്പം നിർത്താൻ കഴിയാത്ത ഒരു നേതാവ് എങ്ങനെയാണ് ഒരു സംസ്ഥാനം ഭരിക്കുക എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി നാഥനില്ല കളരിയായി മാറിയിരിക്കുന്നു. മമതയുടെ അഹങ്കാരവും ധാർഷ്ട്യവും സഹിക്കാൻ കഴിയാതെയാണ് പല പ്രമുഖ നേതാക്കളും പാർട്ടി വിടാൻ ഒരുങ്ങുന്നത്. നാളത്തെ യോഗം ബഹിഷ്കരിക്കുന്നതിലൂടെ MLA-മാർ തെളിയിക്കുന്നത് തങ്ങൾക്ക് മമതയിലോ അവരുടെ കപട രാഷ്ട്രീയത്തിലോ യാതൊരു വിശ്വാസവും ഇല്ലെന്നാണ്. ഭരണത്തിന്റെ മറവിൽ പശ്ചിമ ബംഗാളിനെ ഒരു ആയുധപ്പുരയാക്കി മാറ്റാനാണ് മമതാ ബാനർജിയും അവരുടെ ഗുണ്ടാ സംഘവും ശ്രമിച്ചുകൊണ്ടിരുന്നത്. നോർത്ത് 24 പർഗാനാസിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു പ്രമുഖ പ്രാദേശിക നേതാവിന്റെ പറമ്പിൽ നിന്ന് പോലീസ് നടത്തിയ റെയ്ഡിൽ കണ്ടെടുത്തത് വിദേശ നിർമ്മിത ഡബിൾ ബാരൽ തോക്കുകളടക്കമുള്ള മാരക ആയുധങ്ങളാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിന്റെ പറമ്പിൽ എന്തിനാണ് ഇത്രയും ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്? ഇതിന് മറുപടി പറയാൻ മമതയ്ക്ക് സാധിക്കുമോ? സാധാരണക്കാരെ വെടിവെച്ചു കൊല്ലാനും പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരെ ഭയപ്പെടുത്താനും ഉപയോഗിക്കുന്ന ഡബിൾ ബാരൽ തോക്കുകളാണിത്. നാടൻ ബോംബുകളും വെടിക്കോപ്പുകളും കണ്ടെത്തിയതോടെ ബംഗാളിലെ ഓരോ ഗ്രാമങ്ങളിലും തൃണമൂൽ നേതാക്കൾ ബോംബ് നിർമ്മാണശാലകൾ തന്നെ നടത്തുന്നുണ്ടെന്ന ആരോപണം ഇതോടെ ശരിവെക്കപ്പെടുകയാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടവർ തോക്കും ബോംബും ശേഖരിച്ചു വെക്കുന്നത് എന്തിനാണ്? തൃണമൂൽ കോൺഗ്രസ് എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, അതൊരു അധോലോക ക്രിമിനൽ സംഘമാണെന്ന് ഈ ആയുധവേട്ടയിലൂടെ ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. കേന്ദ്ര ഏജൻസികളും പോലീസും സംസ്ഥാനത്ത് ശക്തമായ പരിശോധന തുടരുന്നതോടെ തൃണമൂൽ നേതാക്കളുടെ ഇത്തരം ഭീകരവാദ ബന്ധങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ജനപിന്തുണ പൂർണ്ണമായി നഷ്ടപ്പെട്ട മമതാ ബാനർജി ഭരണം നിലനിർത്താൻ ഏത് അഴുക്കുചാലിലും കൈയിടുമെന്നതിന്റെ തെളിവ് കൂടിയാണ് കഴിഞ്ഞ ദിവസം ടാങ്ക്രയിലെ തൃണമൂൽ കോൺഗ്രസ് ഓഫീസിൽ നിന്ന് കണ്ടെടുത്ത രേഖകൾ. പോലീസ് നടത്തിയ മിന്നൽ റെയ്ഡിൽ 100-ലധികം വോട്ടർമാരുടെ ഒറിജിനൽ തിരിച്ചറിയൽ കാർഡുകളാണ് ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പിടിച്ചെടുത്തത്. ജനാധിപത്യപരമായി വോട്ട് ചെയ്ത് ജയിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് സാധാരണക്കാരായ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തി അവരുടെ ID കാർഡുകൾ തൃണമൂൽ ഗുണ്ടകൾ പിടിച്ചുവെക്കുകയായിരുന്നു. BJP-ക്കും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ള പാവപ്പെട്ട ജനങ്ങളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിൽ നിന്ന് തടയാൻ വേണ്ടിയാണ് ഈ കാർഡുകൾ പാർട്ടി ഓഫീസിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ബംഗാളിൽ വികസനമില്ല, വ്യവസായങ്ങളില്ല, തൊഴിലവസരങ്ങളില്ല. ഉള്ളത് തൃണമൂൽ നേതാക്കളുടെ ആഡംബര ജീവിതം മാത്രമാണ്. കേന്ദ്ര സർക്കാർ പാവപ്പെട്ട ജനങ്ങൾക്കായി നൽകുന്ന റേഷനും വീട് വെക്കാനുള്ള ഫണ്ടും തൊഴിലുറപ്പ് പണവുമെല്ലാം തൃണമൂൽ നേതാക്കളുടെ പോക്കറ്റിലേക്കാണ് പോയിരുന്നത്. പശ്ചിമ ബംഗാൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി ഭരണമായിരുന്നു മമതയുടേത്. അർഹരായ ഉദ്യോഗാർത്ഥികളെ പുറന്തള്ളി ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങി സ്വന്തം പാർട്ടി ഗുണ്ടകൾക്ക് അധ്യാപക ജോലിയടക്കം നൽകിയ നാണം കെട്ട ചരിത്രമാണ് മമതയുടെ നഷ്ടപ്പെട്ട മന്ത്രി കസേരയ്ക്ക് കീഴിലുള്ളത്. തൃണമൂലിന്റെ ഉന്നത നേതാക്കളുടെയും മന്ത്രിമാരുടെയും വീടുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണമാണ് ED പിടിച്ചെടുത്തത്. ഈ പണം ബംഗാളിലെ സാധാരണക്കാരുടെ ചോരയും നീരുമാണ്. അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും ലഹരി മാഫിയയും ബംഗാളിൽ തഴച്ചു വളരുന്നത് മമതയുടെ നേരിട്ടുള്ള സംരക്ഷണത്തിലായിരുന്നു. സുവേന്ദു അധികാരി അധികാരത്തിൽ കയറിയത് മമതയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരുന്നു. നാടിനെ നശിപ്പിക്കുകയും ജനങ്ങളെ പട്ടിണിക്കിടുകയും ചെയ്ത ഈ അഴിമതി ഭരണത്തിനെതിരെ മമതയ്ക്ക് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഇപ്പോൾ വലിയ കലാപമാണ് ഉയർന്നിരിക്കുന്നത്. പാപക്കറ പുരണ്ട തൃണമൂൽ കോൺഗ്രസിൽ നിന്നും രക്ഷപ്പെടാനാണ് MLA-മാർ ഇപ്പോൾ കൂട്ടത്തോടെ യോഗം ബഹിഷ്കരിച്ച് പുറത്തു പോകുന്നത്. നാളെ മമതാ ബാനർജിയുടെ വസതിയിൽ നടക്കുന്ന യോഗം തൃണമൂൽ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ അവസാനത്തെ അധ്യായം കൂടിയായിരിക്കും.
സ്വന്തം അണികളുടെയും ജനപ്രതിനിധികളുടെയും വിശ്വാസം നഷ്ടപ്പെട്ട ഒരു നേതാവാണിപ്പോൾ മമത. പകുതിയോളം MLA-മാരുടെ വിട്ടുനിൽക്കലും പാർട്ടി നേതാക്കളുടെ പറമ്പിൽ നിന്ന് തോക്കുകൾ പിടിച്ചെടുത്തതും വോട്ടുമറിക്കാൻ സൂക്ഷിച്ച ID കാർഡുകൾ വെളിച്ചത്തായതും മമതയുടെ രാഷ്ട്രീയ കരിയറിന്റെ അന്ത്യം കുറിക്കുന്ന സംഭവങ്ങൾ കൂടിയാണ്. ഭയത്തിന്റെ ഭരണം നടത്തി ബംഗാളിനെ വിനാശത്തിലേക്ക് നയിച്ച മമതാ ബാനർജിയെ ജനങ്ങളും സ്വന്തം പാർട്ടിയും ഒരുപോലെ കൈയൊഴിയുന്ന കാഴ്ചയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ദേശീയതയും വികസനത്തെയും പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് അഴിമതിയും അക്രമവും മാത്രം വികസന അജണ്ടയാക്കിയ മമതാ ബാനർജിയുടെ തൃണമൂൽ ഭരണത്തിനി അധികം ആയുസില്ലെന്ന് ഈ ആഭ്യന്തര കലാപം അടിവരയിടുന്നു. സ്വന്തം ജനപ്രതിനിധികൾ പോലും മമതയുടെ വസതിയിലേക്ക് പോകാൻ ഭയപ്പെടുകയും പാർട്ടി യോഗങ്ങൾ ബഹിഷ്കരിക്കുകയും ചെയ്യുന്നത് മമതയുടെ വ്യക്തിപ്രഭാവം പൂർണ്ണമായും നശിച്ചു എന്നതിൻ്റെ വ്യക്തമായ തെളിവ് കൂടിയാണ്. ബംഗാളിന്റെ സംസ്കാരത്തെയും ജനാധിപത്യ മര്യാദകളെയും കശാപ്പ് ചെയ്ത ഒരു സർക്കാരിനെതിരെ ജനങ്ങൾ മനസ്സുകൊണ്ട് തിരിഞ്ഞു കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ തൃണമൂൽ നേതാക്കൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ രാഷ്ട്രീയ മാറ്റം ബംഗാളിനെ വീണ്ടെടുക്കാനുള്ള കോടിക്കണക്കിന് ജനങ്ങളുടെ ആഗ്രഹത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. ഗുണ്ടകളെയും പോലീസിനെയും ഉപയോഗിച്ച് പ്രതികരിക്കുന്നവരെ അടിച്ചമർത്താനെന്നുള്ള മമതയുടെ അഹങ്കാരത്തിനാണ് സ്വന്തം MLA-മാർ ഇപ്പോൾ തിരിച്ചടി നൽകിയിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ബംഗാളിലെ പാവപ്പെട്ട ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ മമതാ ബാനർജി പരമാവധി ശ്രമിച്ചെങ്കിലും കേന്ദ്ര ഏജൻസിയുടെ ശക്തമായ ഇടപെടലിലൂടെ തൃണമൂലിന്റെ കള്ളപ്പണ സാമ്രാജ്യവും ആയുധപ്പുരകളും ഓരോന്നായി തകരുകയാണ്. നാണക്കേടിന്റെ ചെളിക്കുണ്ടിൽ വീണ ഒരു പാർട്ടിയുടെ ഭാഗമായി തുടർന്ന് തങ്ങളുടെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പകുതിയോളം MLA-മാർ മമതയെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത്. ജനാധിപത്യത്തെയും വോട്ടർമാരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇനി പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ ആർക്കും ഭരിക്കാൻ കഴിയില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഈ സംഭവ വികാസങ്ങൾ നൽകുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.